ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതായത് ഒരു രാവിലെ ടു രാത്രി വരെയുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്നതേ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ നല്ലോണം ലേറ്റായി. എന്താണെന്നറിയത്തില്ല, ഭയങ്കര കോൾഡ് വെളുപ്പിനെ തൊട്ട്. അപ്പോൾ ഇന്ന് ഡിംപിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാർക്കറ്റിലും അതുപോലെ പുറത്ത് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യം തന്നു ഡിംപിൾ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോഴാണ് ഡിംപിൾ ഡോൺ ചേട്ടന് വാങ്ങിച്ച ബർത്ത്ഡേ ഗിഫ്റ്റ് ഡെലിവറി ആയത് കേട്ടോ. അപ്പോൾ ആമസോണിൽ നിന്നാണ് ഡിംപിൾ വാങ്ങിച്ചത്. അപ്പോൾ ഡോൺ ചേട്ടന് പല ടൈപ്പ് വാച്ചസ് ഉണ്ടെങ്കിലും ഈ ഒരു ടൈപ്പ്, അതായത് റോസ് ഗോൾഡിൻ്റെ വാച്ച് ഇല്ലായിരുന്നു. അപ്പോൾ ഡിംപിൾ അത് ഓർത്ത് വെച്ച് നല്ല അടിപൊളി റോസ് ഗോൾഡിൻ്റെ വാച്ച് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡോൺ ചേട്ടൻ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്തായാലും വന്നാണ്, ഞാൻ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ പിന്നെ ഞാനൊരു അൺബോക്സിങ് ചെയ്യാം. ഡോൺ ചേട്ടൻ്റെ കയ്യിൽ കണ്ട നമ്മുടെ ബെൻസിൻ്റെ ആ ഒരു ലോക്കറ്റ് ഡോൺ ചേട്ടൻ ബ്രേസ്ലെറ്റിലിട്ടോ. അതിന് ശരിക്കും ആ ഒരു ബ്രേസ്ലെറ്റിന് വേണ്ടി വാങ്ങിച്ച പോലെയായി. എനിക്ക് ഭയങ്കര ആദ്യം ഞാൻ വിചാരിച്ചു ആകെ ബോറാവുമെന്ന്, പക്ഷേ അല്ല, ഇട്ടപ്പോൾ നല്ല വൃത്തിയുണ്ട്, എനിക്കിഷ്ടമായി. അപ്പോൾ നമുക്ക് സന്തോഷമല്ലേ നമ്മുടെ ഒരു ഇതിൽ വാങ്ങിക്കുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്. അങ്ങനെ ഡോൺ ചേട്ടനൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോൾ ചാക്കോച്ചൻ ആവേശമായി. ചാക്കോച്ചൻ ഞങ്ങളുടെ ചുറ്റും ഓടി നടക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി വാച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ കഴിച്ചത് കുത്തിപ്പൊടിയുടെ ഒരു സെക്ഷൻ ഞാനങ്ങ് വായിലോട്ട് എടുത്തിട്ടു. അപ്പോൾ എനിക്ക് നല്ല എരി ഉണ്ടായിരുന്നു. എനിവേ, താങ്ക് യു ഫോർ ദ യമ്മി ബ്രേക്ക്ഫാസ്റ്റ് ഡിംപിളിന് കേട്ടോ. ഞാൻ ഡിംപിളിനെ പറഞ്ഞില്ലായിരുന്നു, കാരണം രാവിലെ തൊട്ട് അത്ര സുഖകരമായ ഒരു കണ്ടീഷനിലായിരുന്നില്ല ഞാൻ. എനിക്ക് ആകെ ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും തിരിച്ച് വന്നപ്പോൾ വി കെയറിൽ നിന്ന് ടാബ്ലറ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ ഒന്ന് ഓക്കെ ആയത്. അപ്പോൾ കാപ്പി മാത്രമേ ഞാൻ ഇന്ന് ഇട്ടുള്ളൂ. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഫ്ലാസ്കിൽ വെള്ളം നിറയ്ക്കലും കുപ്പി കഴുകലും ഒക്കെ ആയിട്ട് ഞാനങ്ങ് എൻ്റെ കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ചാക്കോച്ചിനെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ചാക്കോച്ചിന് ഞാൻ ചെറിയൊരു തുമ്മലും ചീറ്റലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഇനി മാർക്കറ്റിലും കൂടെ കൊണ്ടുപോയി ആകെ പ്രശ്നമാകും. പക്ഷേ ചാക്കോച്ചൻ ഇവിടെ ഉള്ളവരെല്ലാം ടൈമൊക്കെ വരപ്പിച്ചെന്ന് പറഞ്ഞു ഉറങ്ങാതിരുന്നിട്ട്. അവൻ ശരിക്കും അവനൊരു നാക്കുണ്ടെങ്കിൽ മാത്രമേ ഉറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡാഡി തന്ത്രപൂർവ്വം ഉറക്കി കട്ടിലെ കൊണ്ട് കിടത്തി വന്നപ്പോഴത്തേക്കിനും അവൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ മമ്മി എഴുന്നേറ്റ് വന്നപ്പോൾ അതേ ഇത് നോക്കുകയാണ്, ഗിഫ്റ്റ് നോക്കുകയാണ്. മമ്മി എഴുന്നേറ്റ് വന്നപ്പോഴല്ലല്ലോ, മമ്മിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ്. അങ്ങനെ നമ്മൾ നേരത്തെ മാർക്കറ്റ് വിഷ്വൽസിലേക്ക് പോയി. അപ്പോൾ ഇന്ന് കുറേ വിശേഷങ്ങൾ അവന്മാർക്ക് പറയാനുണ്ടായിരുന്നു. പാവം പിള്ളേരാണ് കേട്ടോ. അപ്പോൾ ഇവനെ കണ്ട ബംഗാളി ലുക്കാന്നുകൊണ്ട് എല്ലാവരും കളിയാക്കുക എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയപ്പോൾ ശരിക്കും അവിടെ ഒരു വിഷയം പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭയങ്കര കോമഡിയാണ്. ചിലർ നമ്മളെ മനഃപൂർവ്വം കളിയാക്കണ പോലെ തോന്നും, ചിലർ ആ ഒരു കോമഡി രീതിയിൽ എടുക്കും കേട്ടോ. അവനെ തന്നെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വീരകഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു, എൻ്റെ ലുക്ക് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ അവൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവന് 2 മക്കളും ഭാര്യ പുളിമൂട്ടിലോ അങ്ങോട്ട് ജോലി ചെയ്യാമെന്നാണ് അവനോട് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ പണ്ടത്തെ രൂപമൊക്കെ കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാൻ പോയി. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഡിംപിൾ ഇന്ന് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിംപിൾ അതിൻ്റെ പണിപ്പുരയിലാണ്. ഞാൻ പതിവ് എൻ്റെ ജോലികളിലേക്ക്, അതായത് ഒതുക്കൽ, പച്ചക്കറിയൊക്കെ ഒതുക്കി മമ്മിയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ നോൺ വെജ് കഴുകൽ സെക്ഷൻ എൻ്റെയാണ്. ഞാനത് വരുമ്പോൾ തന്നെ അത് ചെയ്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്. അതുപോലെ ബീഫ് ഞാൻ വരുന്ന അന്ന് തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല ഇട്ട് ഞാനങ്ങ് വേവിച്ച് വെക്കും. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ വേവിക്കുമ്പോൾ റബ്ബർ പോലെ ആവുകയാണ്. വേവിച്ച് വെച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇത് ഡിംപിളിൻ്റെ ഫ്രൈഡ് റൈസിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വഴറ്റാം, ഡിംപിൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ കയറിയപ്പോൾ 4 അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങി ഡോൺ ചേട്ടനെ ഏൽപ്പിച്ചിട്ട്. അപ്പോൾ ചാക്കോച്ചൻ ഇലുമിനാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനെ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അപ്പോൾ മീൻസ് അവൻ ഓർക്കപ്പുറത്ത് ചാടും. മമ്മീൻ്റെ ഒക്കത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മമ്മീനെ പുന്നാരിക്കുക, തിരിച്ച് മമ്മീനെ പുന്നാരിച്ച് മമ്മിക്ക് ആ ടേബിളിൽ ഇരിക്കാൻ വയ്യ. ഓടി ചെന്ന് കുശാന്ന് അവനെ പറ്റുന്ന രീതിയിൽ വർത്താനമൊക്കെ പറഞ്ഞ് മമ്മീനെ കൊഞ്ചിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡാഡിന് തക്കം കിട്ടിയാൽ ഡാഡി ഒക്കത്താണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഡാഡിയോട് പറഞ്ഞിരിക്കുക അധികം എടുക്കേണ്ട, ഡാഡിക്ക് കൈക്ക് വേദന ഉണ്ടായിരുന്നു. പിന്നെ ഇവനെയും കൂടെ എടുത്തിട്ട് വെറുതെ വേദന കൂട്ടണ്ടല്ലോ എന്ന് ഞാൻ പറയാം. അപ്പോൾ കിട്ടുന്ന അവസരം ചാക്കോച്ചൻ നല്ല പോലെ യൂട്ടിലൈസ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിരുന്ന് വെള്ളം ഇറക്കാമെന്ന് പറയുന്ന പോലെ അങ്ങനെ നടക്കും അവരുടെ ചുറ്റിനും. അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം എന്ത് വിചാരിച്ചെന്നറിയാമോ? പിള്ളേരെയും കൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ എവിടെയല്ല, കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ ആ ഒരു പ്ലേ ഏരിയയിൽ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ്.
പല കാരണങ്ങൾ ചാക്കോച്ചിന് വയ്യാത്തത് കൊണ്ടും ഒക്കെ നമ്മൾ വേണ്ട പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഡാഡിക്കും മമ്മിക്കും ഒരു സ്വസ്ഥത കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്ത് അവർക്കും ഒരു ചേഞ്ച് വേണം. ഇപ്പോൾ സ്കൂൾ ലൈഫ് തുടങ്ങിയ പിന്നെ ശരിക്കും അവരെ പുറത്ത് കൊണ്ടുപോക്കലൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. തോമുന് ചെന്ന പടി സത്യം പറഞ്ഞാൽ തോമും കുറേ നാളുകളായി പുറത്ത് പോയിട്ട് അവരങ്ങനെ പുറത്ത് ഞാനിപ്പോൾ കൊണ്ടുപോകാൻ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ടോക്കി കിഡ്സ് ആണ് കേട്ടോ. നമ്മുടെ ഒല്ലൂർ സൈഡാണ്. ദേവി കടവിൽ മെമ്മോറിയൽ ബിൽഡിംഗ് എന്ന് പറയത്തില്ലേ, അവിടെ ചീരാച്ചി അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇതുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ടോക്കി കിഡ്സ് എന്ന് പറഞ്ഞത്. ഇവിടെ ശരിക്കും ഞങ്ങളാരുമല്ല എൻജോയ് ചെയ്തത്, ചാക്കോച്ചനാണ് കേട്ടോ. ചാക്കോച്ചൻ ഇതേ ടോഡ്ലേഴ്സ് ഏരിയയിലും എല്ലായിടത്തും എനിക്ക് മോറോവർ തോന്നിയ ഒരു സംഭവം ഒരു എല്ലാം നമുക്ക് പിള്ളേരെ വിട്ടിട്ട് നമുക്ക് സുഖമായിട്ടിരിക്കാൻ പേടിക്കേണ്ട, അവർ തലകുത്തി വീഴുമെന്നൊന്നുമില്ല. കാരണം ഇടി തൊഴി ഒന്നും കൊള്ളില്ല. അപ്പോൾ അത്രയ്ക്കും സേഫായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ പിള്ളേരെ എൻജോയ് ചെയ്യും. നമുക്ക് പാരൻസിന് കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ആ ഒരു റീഡ് ഏരിയ ഞാൻ കാണിച്ചില്ല, അവിടെ ലുഡോ അങ്ങനത്തെ ഗെയിമുകൾ ഞാൻ കുറേ കപ്പിൾസ് അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്ന കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് എനിക്കത് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു സംഭവമായിട്ട് തോന്നി. നമുക്കും വേണമല്ലോ ഒരു, ഞാൻ പറയത്തില്ല, ഒരു വീട്ടേയും നമുക്ക് മസ്റ്റായിട്ട് വേണം. അവിടെ അത് കിട്ടുമെന്നൊന്നും വർത്താനം പറയണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഞാനൊരു 2-3 കപ്പിളിനെ അങ്ങനെ കണ്ടു. അവർ ലുഡോ ഒക്കെ കളിച്ച് എണിമാമ്പൊക്കെ കളിച്ച് സമാധാനത്തിൽ അതിൻ്റെ ഇടയ്ക്ക് അവർ വർത്താനങ്ങൾ പറയുന്നുണ്ട്. അവർ അവരുടേതായ ലോകത്തിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നല്ലതാണ്. അപ്പം നമുക്കൊരു ടൈം വേണമെങ്കിൽ പിള്ളേരെ അതുപോലെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഏൽപ്പിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിന് പറ്റിയൊരു സ്പേസ് ആയിട്ട് എനിക്ക് ടോക്കി കിഡ്സ് തോന്നി കേട്ടോ. ടോക്കി എന്നാണ് പറയുന്നത്. ഇൻഡോർ ഗെയിംസ് ആണ്. ഇവിടെ നമുക്ക് ഇവൻറ്റ്സ്, ബർത്ത്ഡേ പാർട്ടീസും കാര്യങ്ങളും ഒക്കെ നടത്താൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞൊരു ഇവൻറ്റ് ഏരിയ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ പേര് ഇവൻ്റെ ക്ലാസ്സിലെ അയാൻ്റെ ബർത്ത്ഡേ, ഞാനിപ്പം ഇങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വേണ്ട അവൻ്റെ ക്ലാസ്സിലെ അയാൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ചാക്കോച്ചൻ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചാക്കോച്ചൻ നല്ലപോലെ ചാക്കോച്ചൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ്റെതായ ലോകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, കളിയും ബഹളവും. അപ്പം അവനെ നമുക്ക് ഇറക്കി വിടാം, കാരണം താഴെ വീണാൽ തലയിടിക്കുകയോ മുട്ടോ തട്ടോ ഒന്നുമില്ല, സേഫാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും കണ്ട് ചാക്കോച്ചൻ ഇങ്ങനെ ചേട്ടന്മാരുടെ പുറകെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോ സെക്ഷൻസും ഉണ്ട് കേട്ടോ. പിള്ളേർ എൻഗേജ്ഡ് ആയിരിക്കും, ഫുള്ളി അഫോർഡബിൾ റേറ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. 2 മണിക്കൂറിന് 350 അങ്ങനെ. അപ്പം കൂടുതൽ നമുക്കും റിലാക്സ് ചെയ്യാം, അവരും എൻജോയ് ചെയ്യും. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ എനിക്ക് തോന്നുന്നു 11 to 11 ഓപ്പൺ ആണ്. ഇട ദിവസങ്ങളിൽ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എനിവേ ഞാനത് ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും മെൻഷൻ ചെയ്യാം. അപ്പോൾ അതേ ചാക്കോച്ചൻ അവിടെ പിടിച്ച് സേഫായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചൻ അവിടെ നിന്നപ്പോഴാണ് ഇല്ലുമിനാറ്റി പാട്ട് വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ചാക്കോച്ചൻ കൈയിട്ട് തട്ടും കൊട്ടും ഒക്കെ ആയി. അവനും ഹാപ്പി, നമ്മളും ഹാപ്പി. ചേട്ടന്മാരെക്കാളും കൂടുതൽ എൻജോയ് ചെയ്തത് ചാക്കോച്ചനാണ് കേട്ടോ. ചാക്കോച്ചൻ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുമായിരുന്നു. എല്ലായിടത്തും പോകണമെന്നുണ്ട്, പക്ഷെ ചാടി കയറി പോകാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കൊണ്ടിട്ട് കൊടുത്താൽ അവിടെ എൻജോയ് ചെയ്യുന്നുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പിടിച്ച് അവന് തന്നെ മനസ്സിലായി ഞാൻ വീണാലും എനിക്കൊന്നും പറ്റില്ല എന്നുള്ളൊരു ഇത് വന്നു കേട്ടോ. അപ്പം ചാക്കോച്ചിൻ്റെ പുറകെ ആയിരുന്നു ഞാൻ. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് വിട്ടിട്ട് ഫുള്ളൊന്ന് കണ്ട് കറങ്ങി വന്നു. കാരണം നമുക്ക് കാണണമല്ലോ. ഇപ്പം ഞങ്ങൾക്ക് ഇന്ന് പൊതുവേ പോയപ്പോൾ ഇഷ്ടമായപ്പോൾ ഞങ്ങൾ ഡിമ്പിളും പറഞ്ഞു ഇനി എല്ലാ ആഴ്ചയും ഇവിടെ വരണം, പറ്റുന്ന സമയത്തൊക്കെ വരണം എന്ന് തോന്നി. കാരണം ഞാൻ പറഞ്ഞല്ലോ സേഫായിട്ട് തോന്നി, കൂടുതലും സേഫ് ഒരു സൈഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഏറ്റവും സന്തോഷമായത് ചാക്കോച്ചനെ എൻജോയ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് കേട്ടോ. അവൻ ഒരുപാട് എൻജോയ് ചെയ്തു. അവൻ്റെ ഒരു 10 മാസം ജീവിതത്തിൽ, 9 മാസം അവന് കഴിയുമ്പോൾ 10 മാസം ആവും, 9 മാസം ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചൊരു ദിവസം ഇതായിരുന്നു കേട്ടോ. കാരണം അവനെ മറന്നിട്ടുള്ള കളികളായിരുന്നു, അവൻ്റെ പ്രായത്തിനൊത്ത കളികളൊന്നും അല്ലായിരുന്നു. പക്ഷെ ഞങ്ങളങ്ങ് വിട്ടു, കാരണം അവനും ഒരു മൈൻഡ് ചേഞ്ച് വേണമല്ലോ. എപ്പോഴും എൻ്റെ കൂടെയുള്ള ഒരു ഇരിപ്പാണ്, അല്ലെങ്കിൽ ആ സ്ട്രോളർ അല്ലെങ്കിൽ തറയിൽ മാറ്റിൽ കളിക്കുക എന്നുള്ളൊരു ലൈഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനും ഇഷ്ടമായി അത് ഇരുന്ന് കളിക്കണുണ്ട് അവൻ. അപ്പോൾ നിങ്ങൾക്കും ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു മൈൻഡ് ചേഞ്ചിനും അവിടെ നമ്മുടെ വീട്ടിലെ അമ്മമാരും ഒക്കെ വന്നിരിപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു സ്പേസ് വേണം. അതേപോലെ അതേ സമയത്ത് പിള്ളേരെയും സേഫാക്കി വെക്കണമെങ്കിൽ പറ്റിയൊരു ഇത് പ്രൊമോഷനോ ഒന്നുമല്ല, ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുകയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ പറയത്തില്ല അമ്മമാരുള്ള അല്ല കുട്ടികളുള്ള അമ്മമാരുടെ അടുത്ത് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. നിങ്ങൾക്കൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്യണം, പിള്ളേരും സേഫായിട്ടിരിക്കണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനായിട്ടാണ് എനിക്കതിനെ തോന്നിയത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ അഫോർഡ് ചെറിയൊരു ടീ ടൈം പോലെയൊക്കെ അവിടെ ടീയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ച് അപ്പോൾ നമുക്ക് റിലാക്സ് ആവാം. ഈ പറഞ്ഞ പോലെ ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനെയൊക്കെ നമുക്ക് നടത്താം. പിന്നെ
പിള്ളേരെ ഇപ്പം കൂടുതലും കുഞ്ഞു പിള്ളേരെ എക്സ്കർഷൻ പോലെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളൊക്കെ പിന്നെ ഈ പറഞ്ഞ ഇൻഡോർ പ്ലേ ഏരിയയിലേക്കാണ് കേട്ടോ കൂടുതലും കൊണ്ടുപോകുന്നത്. ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ. കാരണം സേഫ് സൈഡാണ് എല്ലാ മാതാപിതാക്കളും നോക്കുക. എന്നാൽ പിള്ളേർ ടൂറിന് പൊക്കോട്ടെ എന്നല്ല, ഇപ്പം കൂടുതലും ഏത് സ്ഥലം പണ്ടൊക്കെ എന്നാൽ ടൂറിന് പൊക്കോന്ന് പറയും. പണ്ട് എവിടെയാണെന്ന് വെച്ചാൽ പോകണം. ഇപ്പം അങ്ങനെയല്ല, മാതാപിതാക്കൾ കുറച്ചും കൂടെ അലേർട്ടാണ്. എവിടെയാണ് പോണത്, അവിടുത്തെ സേഫ് സൈഡ് നോക്കുക, അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് പോലെ വിടുകയുള്ളൂ. പിന്നെ കൂടുതലും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ ടൂറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് പോവുക. പണ്ട് സ്ഥലങ്ങൾ കാണണമെങ്കിൽ സ്കൂളിൽ നിന്ന് ടൂർ പോകണം എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ അതൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഗെറ്റ് ടുഗദർ, നമ്മളിപ്പോൾ ഫ്രണ്ട്സായിട്ട് ഗെറ്റ് ടുഗദർ പിള്ളേരെ സേഫായിട്ട് ഇരുത്താൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേരുടെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സുഖമായിട്ട് നടത്താം കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങോട്ടും ആക്സസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ വിളിച്ചന്വേഷിക്കാം. ഞാൻ നമ്പറും കാര്യങ്ങളും അതുപോലെ തന്നെ ലൊക്കേഷനും ഇതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസി ആയിരിക്കും. നിങ്ങൾ തൃശ്ശൂരുകാർ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ചോദിക്കാറുണ്ട് ഒരു സ്പേസ് പറയുമോ പിള്ളേരെ കൊണ്ടിടാൻ പറ്റിയത്. അപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ അവരുടെ കുട്ടി നമ്മുടെ കൂടെ ഫസ്റ്റ് സ്കൂളിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആളെ ഞാൻ ഫസ്റ്റ് സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വർത്താനം ഒന്നും ജസ്റ്റ് ഹായ് ബൈ പറയുന്നല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ശരിക്കും ഇൻസ്റ്റാഗ്രാം പേജിൽ ഇവർ തുടങ്ങിയ സമയം തൊട്ട് കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ബിൽഡിങ് ശരിക്കും പറഞ്ഞാൽ ഡോൺചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ അവർ വഴി നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ മക്കളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്കൊരു ടൈം ആഗ്രഹിക്കുന്നുണ്ട്. അത് വീട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല, പുറത്ത് പോയി നമുക്കും ഒന്ന് റിലാക്സ് ആവാം എന്നൊക്കെ ഉള്ളവർക്ക് പറ്റിയൊരു സ്പേസാണ് കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് എന്തായാലും പേഴ്സണലി ഒരുപാട് ഇഷ്ടമായിട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പം ചാക്കോച്ചൻ്റെ വക 100 out of 100 ഉണ്ട് കേട്ടോ. റേറ്റിംഗ് 5 സ്റ്റാർ തന്നെ ചാക്കോച്ചൻ കൊടുക്കും കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ്റെ ഒരു മെമ്മറബിൾ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ടൂർ തന്നെയായിരുന്നു ടോക്കിയിലേക്കുള്ള ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. അവനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആൾ. അപ്പം നിങ്ങൾക്ക് ടോക്കിക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. ഇനിവേ ഇതുപോലെ തന്നെ മുന്നോട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അവരും അവരുടെ പിള്ളേരുമായിട്ട് ഇങ്ങനെ അവരുടെ മോൻ എപ്പോഴും ഇങ്ങനെ പാർക്കിലൊക്കെ പോകും. അവർക്ക് അങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടിയതെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നല്ലൊരു ഐഡിയ ആണ്. ഇപ്പം ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഇൻഡോർ പ്ലേ ഏരിയയൊക്കെയാണ്. അപ്പോൾ അതനുസരിച്ച് അവരത് മൂവ് ചെയ്ത് കപ്പിൾസായിട്ട് തന്നെ അതനുസരിച്ച് മൂവ് ചെയ്ത് എല്ലാം ചെയ്തപ്പം വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സേഫാണ്, ഫുള്ളി സേഫ്റ്റാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഹൈറ്റും കാര്യം നമുക്ക് ചിലപ്പോൾ ഓടി എത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇതല്ല, നമുക്ക് എല്ലാം ആക്സസിബിളാണ്. നമുക്കും ഒന്ന് ഓടിപ്പോയി പിടിക്കാം എന്നുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാക്കോച്ചിൻ്റെ തന്നെ കണ്ടപ്പോൾ മനസ്സിലായിക്കോണമല്ലോ ചാക്കോച്ചൻ എന്ത് എൻജോയ് ചെയ്തെന്ന്. അപ്പോൾ എനിവേ നിങ്ങളും പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ പിള്ളേരുമായിട്ട്. കളിച്ച് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു കേട്ടോ രണ്ടുപേരും. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് അവർ രണ്ടുപേരും 2-3 ദിവസമായിട്ട് പിസേനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ നമ്മളത് പറവട്ടാനിയിലുള്ള ലോക്കോസ് പിസയിൽ പോയിട്ട് അത് അടിപൊളിയാണ്. നമ്മളത് സൊമാറ്റോയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. നല്ല പിസയാണ്. അപ്പോൾ നല്ലൊരു പിസ അഫോർഡബിൾ റേറ്റിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ ലോക്കോസ് പിസയിൽ. ഇതും പ്രൊമോഷനൊന്നും അല്ല, പൈസ കൊടുത്ത് മേടിച്ചാണല്ലോ ഞങ്ങൾ കഴിച്ചത്. ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമായിട്ട് കൊണ്ട് പറയുകയാണ്. പിള്ളേർക്ക് ഇവിടുത്തെ മർഗരീറ്റ പിസ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആകെ ഒരു പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അവർക്കത് അന്ന് ഭയങ്കര ആസ്വദിച്ച് കഴിച്ചു. പക്ഷെ പാച്ചുവിന് ഇന്നൊരു മൂഡില്ലായിരുന്നു. തോമു പക്ഷെ ആസ്വദിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പോയത് കുറച്ച് റഷുള്ള സമയത്തായിരുന്നു പോയത്. അങ്ങനെ അവർക്ക് പിസ്സയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒന്ന് ഹാപ്പി ആക്കിയിട്ടാണ് നമ്മൾ വന്നത്. കാരണം വീട്ടിൽ വന്ന് അപ്പം തന്നെ ഉറങ്ങിപ്പോലെ കാറിൽ കയറിയാൽ ഉറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ നമ്മൾ ഫുഡ് കൊടുത്ത് എന്തും കൊണ്ടും നന്നായി പാച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇറങ്ങിയ വഴി പാച്ചു ഉറങ്ങി. അതിനിടയ്ക്ക് ആൻസൺ ചേട്ടൻ വിളിച്ചു. അപ്പോൾ ആൻസൺ ചേട്ടനോടൊക്കെ സംസാരിച്ച് ഇനി ഇരിക്കുകയാണ്. അപ്പോൾ തോമു പിസയുടെ ആ മെനു കാർഡിലുള്ളതിനകത്ത് ഇതാണ്, അതാണ് പാച്ചു, ഇതാണ് ഫ്രഞ്ച് ഫ്രൈസ് പാച്ചു, ഇതാണ് പെപ്സി പാച്ചു. സത്യം പറഞ്ഞാൽ തോമിനിപ്പോൾ പുറത്ത് പോകാതെ പുറത്ത് പോകുമ്പോൾ നമ്മളിങ്ങനെ സ്വർഗം കണ്ട പോലെയാണ് ഫീൽ ചെയ്യുക. ചാക്കോച്ചനാണ് ഇന്നത്തെ മെയിൻ താരം. ചാക്കോച്ചനാണ് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നാളെ എന്തിട്ടാണ് ഉണ്ടാവാൻ പോകണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അതുപോലെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ അവിടെ AC ആയിരുന്നുകൊണ്ട് വിയർത്തിട്ടൊന്നുമില്ല കേട്ടോ. അത്ര ചൂടും കാര്യങ്ങളൊന്നുമില്ല, കൂളിങ് തന്നെയായിരുന്നു. എന്നാലും നമുക്ക് അമ്മമാർക്കുള്ളിലൊരു ടെൻഷൻ കാണുമല്ലോ, എന്തെങ്കിലും ആകുമോ, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഒരു ടെൻഷനേ ഉള്ളൂ. എനിവേ അവൻ എൻജോയ് ചെയ്തല്ലോ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു അടിപൊളി സൺഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. പിന്നെയും ഞാൻ പറയണം, ലാസ്റ്റ് 2 ദിവസത്തെ വീഡിയോ, അതായത് ഡിംപിളുമായിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഡോൺചാൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ.
അപ്പോൾ എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇന്ന് 2-3 പേര് ചോദിച്ചു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ മമ്മിയുടെ ബിസിനസ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഗ്രൂപ്പ് അഡ്മിനെയും കൊണ്ട് ഞാൻ അഡ്മിറ്റ് ആണെങ്കിലും ഞാനതിപ്പം തൽക്കാലം ഹാൻഡിൽ ചെയ്യുന്നില്ല. ഗ്രൂപ്പിലുള്ളവരെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ഡിംപിളും ആണ് മെയിൻ അഡ്മിൻസ്. അപ്പോൾ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആൾ ആഡ് ചെയ്യുന്നതായിരിക്കട്ടെ. അപ്പോൾ മമ്മിക്ക് മെസ്സേജ് അയച്ചാൽ മതി, മമ്മി ആഡ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് 1-ാം തീയതിയാണല്ലേ, നമ്മൾ കാണുന്ന ദിവസം 1-ാം തീയതിയാണ്. എല്ലാവർക്കും നല്ലൊരു മാസമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. ജൂലൈ മാസം ഒരു അടിപൊളി മാസമായിട്ട് തീരട്ടെ. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെയാണ്. മക്കളെ സേഫായിട്ട് വെക്കുക. എല്ലായിടത്തും അസുഖങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ ചൂടുവെള്ളം തന്നെ കൊടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഒന്നുകിൽ ഫിൽറ്ററിൽ നിന്ന് എടുത്ത് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ ചൂടാക്കി കൊടുക്കുക എന്നൊക്കെ ഞാൻ പറയും. പിന്നെ തോമിന് ഡോക്ടർ പറഞ്ഞാണ് ചെരുപ്പ് വീട്ടിൽ ഇടിപ്പിച്ച് കിടക്കുക, അല്ലെങ്കിൽ സോക്സ്. അപ്പം കാലിനടിക്കുന്ന തണുപ്പ് കയറുമ്പോഴും പിള്ളേർക്ക് അസുഖം വരുമെന്ന് പറഞ്ഞാൽ അതൊരു സൈഡ് ശരിയാണ് കേട്ടോ. നമുക്ക് തോമസ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് വീട്ടിൽ ചെരുപ്പിടാനായിട്ട്. അപ്പം ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ അത് സ്ഥിരമാക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സോക്സ്. പക്ഷേ ഇവർ ഓർക്കപ്പുറത്ത് ഈ മുറ്റത്ത് ഇറങ്ങി പോകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാകും. പിന്നെ അത് ഊരിയിടും, അല്ലെങ്കിൽ അതിൽ ചെളിയാക്കും, ആകെ മൊത്തം അളക്കുളസാകും. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പം നമ്മൾ പെട്ടെന്നല്ല, ഇന്ന് ഒന്നോ നാളെയോ മറ്റന്നാളായിട്ട് 99K ആവും. പിന്നെ ഒരു 1000 പേരും കൂടെ ആയാൽ നമ്മൾ 100K ആവും. എനിക്കൊരു ഞാൻ പറയുന്നത് ഭയങ്കര ആവേശമായിരുന്നു. പിന്നെ എനിക്കത് കൗണ്ടിങ് കുറഞ്ഞപ്പം ഞാനും ഡൗൺ ആയി. ഇനി ആവില്ല, ഇനി ഞാൻ ഇതിൻ്റെ പുറകെ ഇരിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാവണം, എൻ്റെ കണ്ടൻറ്റുകൾ ഇഷ്ടമാവണം, എന്നാലേ നിങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ തോന്നുള്ളൂ. അപ്പം നിങ്ങൾ ഇത്രയും പേരാണ് 98,000 പേര് എൻ്റെ കൂടെ ഉണ്ടല്ലോ, അത് മതി. എന്നാലും ആ ഒരു 1 ലൈക്ക് കിട്ടി, അതിൻ്റെ ഒരു പ്ലേ ബട്ടൺ കിട്ടുന്ന ഒരു സന്തോഷമായ കാര്യമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതുവരെയുള്ള സപ്പോർട്ടിനെ. മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഒക്കെ കണ്ട് കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുക. ഡോൺ ചാനലിനെ സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ താങ്ക് യു ആൻഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.